അസ്സലാമു അലൈക്കും. ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതപ്പൊടി കൊണ്ട് 3 വിഭവങ്ങളാണ്. അമൃതപ്പൊടിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. അത് 1.5 കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇത് വീട്ടിൽ കൊടുന്ന് വെച്ച് ആർക്കും വേണ്ടാത്തൊരു അവസ്ഥയിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലേക്ക് ഗോതമ്പ് പൊടി 1/2 കപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെറും അമൃതപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കൂടുതൽ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, മധുരം വേണമെങ്കിൽ ചേർക്കാം. അത് കറക്റ്റ് അളവായിരുന്നു കേട്ടോ. ഇതിലേക്ക് വെള്ളം ചേർത്തുകൊണ്ട് പച്ചവെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് കുറേശ്ശെ എടുത്ത് ഒഴിക്കാം. പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും, അത് ശ്രദ്ധിക്കണം. എനിക്കാകെ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ആവശ്യം വന്നത്. കുറച്ചുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഏറിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പൊടി കൂട്ടി കൊടുക്കേണ്ടി വരും. ഇത് കൂടുതലായിട്ട് എടുത്താൽ അത്രയും നല്ലതാട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ബിസ്ക്കറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അമൃതപ്പൊടി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെയൊക്കെ പല വിധത്തിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചു പോകും. വലിയവരും കുട്ടികളൊക്കെ കഴിക്കും. ഇത് നന്നായി സോഫ്റ്റാണ് വരെ കുഴച്ചെടുക്കണം കേട്ടോ. ഇത് ഞാനൊരു പത്തിരി പ്രസ്സിൽ ബോളാക്കിയിട്ട് അമർത്തിയെടുത്തതാണ്, സോഫ്റ്റായിട്ട് കുഴച്ചതിൻ്റെ ശേഷം. ഇനി ഇത് ബിസ്ക്കറ്റിൻ്റെ രീതിയിൽ റൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ആരാറൂട്ട് ഉണ്ടല്ലോ, ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യണത്. ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കൂല. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അത്രക്കും നല്ല ടേസ്റ്റും ഉണ്ട്. ഇതൊരു ഫോർക്കേറ്റ് ഞാനിങ്ങനെ ഹോളിട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ, ഒരു നിർബന്ധമല്ല. അത് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളും തന്നെ നന്നായി വെന്ത് മുരിഞ്ഞ് കിട്ടുകയും ചെയ്തോളും പെട്ടെന്ന്. ഇനി ഇതിലേക്ക് ആട്ടപ്പൊടി ചേർക്കാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കണ നവരരി പൊടി ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുത്ത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. വാഴക്കപ്പൊടിയും അമൃതപ്പൊടിയും നവരരിയൊക്കെ കൂട്ടി കൊടുക്കുമല്ലോ, അതിങ്ങനെ ബിസ്ക്കറ്റ് രൂപത്തിലാക്കി ഉണ്ടാക്കി കൊടുത്താലോ കുട്ടികൾ കയ്യിൽ കൊടുത്താൽ അങ്ങനെ കഴിച്ചോളും. ഇത് വെറുതെ പരത്തിയെടുത്താലും മതി, ഞാൻ പ്രസ്സിൽ അമർത്തിയെന്നുള്ളൂ. അത് കണ്ടോ, നല്ല ഹോളായിട്ട് നല്ല ബിസ്ക്കറ്റിൻ്റെ 50-50 ബിസ്ക്കറ്റിൻ്റെ ഒക്കെ മോഡലാണ്. ഇത് റൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ അടപ്പേറ്റ് മുറിച്ചെടുത്താൽ മതി. കനം കുറച്ചിട്ടാണ് ഏറ്റവും നല്ലത്. ബിസ്ക്കറ്റിൻ്റെ ആ കനത്തിൽ തന്നെയാണ് ഞാൻ ഇത് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അത് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. കുട്ടികൾക്കാവുമ്പോൾ ഒന്നുകൂടി നല്ലത് വെളിച്ചെണ്ണയിലാണ്. ഇത് നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പിന്നെയാണ് എനിക്ക് തോന്നിയത്. അത്രക്കും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എണ്ണ ചൂടായതിൻ്റെ ശേഷം വളരെ കുറച്ച് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ടേസ്റ്റുകളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഇത് അടിപൊളിയായിട്ട് കിട്ടി. ഗോൾഡൻ കളർ വരെ വേവിച്ച് നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പരന്ന പാനിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ കഴിഞ്ഞ് കിട്ടിക്കോളും. ഞാനിത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചട്ടി തീം വെച്ചിരുന്നു, അപ്പോൾ പിന്നെ അതന്നെ ഉപയോഗിച്ചതാണ്. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാന് മതിയായിരുന്നു. 2 തവണ 3 തവണ ഉണ്ടാക്കിയെടുക്കാനുള്ളൂ ഇതിലാണെങ്കിലും.
ഇതിപ്പോൾ മുഴുവനായിട്ട് വറുത്ത് കോരിയിട്ടോ. ബാക്കി കൂടി ഇട്ട് കൊടുക്കുകയാണ്. 3 തവണ കറക്റ്റായിരുന്നു എനിക്ക് ഇതിലേക്ക് ഇടാൻ. അമൃതപ്പൊടി കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. ഞാൻ പിന്നെ വീഡിയോ ലെങ്താവും കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് മാത്രം കാണിച്ചത്. ഇപ്പം നല്ല മുരിഞ്ഞ ബിസ്ക്കറ്റ് റെഡിയായി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ രീതിയിലുള്ള ബിസ്ക്കറ്റാണ്. ഇനി ഇതൊരു കണ്ടെയ്നറിലായി സൂക്ഷിക്കാം. ഇത്ര ഐറ്റം ഇത്ര ഉണ്ട്. ആ എണ്ണ മാറ്റിയിട്ട് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 കപ്പ് നാളികേരം ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 2.5 കപ്പ് അമൃതപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി വറുത്തെടുക്കണം കേട്ടോ. ഇത് ഞാൻ ഔലൂസ് ബബ്ലൂസ് എന്നൊക്കെ പറയാലോ, ആ പൊടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് കുറച്ച് കൂടുതലായിട്ട് വറുത്ത് വെച്ചാൽ കുട്ടികൾക്ക് വെറുതെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്താൽ കഴിച്ചോളും. നന്നായി വറുത്ത് ആയി കിട്ടണം. നാളികേരം തന്നെ നന്നായി വറുത്ത് കിട്ടണം. കാരണം കുറേ കാലം സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് വറുത്തിട്ടില്ലെങ്കിൽ കേടാവും. ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 4 ഏലക്ക ഇട്ട് കൊടുത്തു ഞാൻ. മധുരം തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണ്. ഇനി നന്നായി വറുത്തെടുക്കാം. ഇതും തന്നെ ലോ ഫ്ലെയിമിലാണ് നമുക്കിത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് മാറ്റുകയാണ്, കോരി മാറ്റുകയാണ്. ഇത് ചൂട് പോയതിൻ്റെ ശേഷം ഞാനിത് പൊടിച്ചെടുക്കണത്. നന്നായി സോഫ്റ്റാണ് വരെ പൊടിച്ചെടുക്കണം. നൈസായി പൊടിച്ചെടുത്താലുള്ളൂ ഇത് കൂടുതൽ ടേസ്റ്റ്. ഇതിങ്ങനെ ഭരണിയിൽ സൂക്ഷിച്ചാൽ ഒരു 1-1.5 മാസമൊക്കെ കേടാവാതെ നമുക്ക് വെക്കാം. കാറ്റ് തട്ടാതെ വെക്കണം എന്നുള്ളൂ. ഇതിപ്പോൾ നന്നായി പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ഞാനൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. ഇത് പൊടിച്ചെടുത്തപ്പോൾ തന്നെ നന്നായി തണുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ. പിന്നെ ഒന്നുകൂടി തണുത്തിട്ടാണ് ഞാൻ ബോട്ടിലേക്ക് മാറ്റണത്. വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കും ചെയ്യും. അമൃതപ്പൊടിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ അറിയാൻ പറ്റൂല. അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ നാളികേരം കൂട്ടണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കട്ടോ. ഞാൻ അത്ര ഇട്ടിട്ടോളൂ. ഞാൻ അടുത്ത റെസിപ്പിക്കും വേണ്ടിയിട്ട് 1 കപ്പ് നാളികേരം തന്നെ ഞാൻ ഇട്ട് കൊടുത്തത്. 1 കപ്പ് അമൃതപ്പൊടി. ഇതിനി നന്നായി വഴറ്റിയെടുക്കണം. ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു വിഭവം തന്നെയാണ്. ഇതും തന്നെ നമുക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് 4 മണി പലഹാരമാക്കിയൊക്കെ കൊടുക്കാം. വിരുന്നുകാർക്ക് വരെ കൊടുക്കാം. അത്രക്കും നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് വഴറ്റി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് നേന്ത്രപ്പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഏറ്റവും നല്ലത്. ഇത് അത്യാവശ്യം പഴുത്ത തന്നെയാണ്. ഇത് തന്നെ ലോ ഫ്ലെയിമിൽ അടിക്ക് പിടിക്കാതെ കുറച്ച് നേരം ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇതേ സമയം തന്നെ നട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടി, മുന്തിരി, ബദാം, പിസ്ത അതൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതൊന്നും ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഞാനിതൊക്കെ ബൗളിലേക്ക് മാറ്റി ഇപ്പോൾ ഞാനിത് ഓരോന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ബ്രെഡും പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം റോൾ ചെയ്തത് വീഡിയോ സ്കിപ്പായി പോയതാണ്. ഇതിപ്പോൾ ഉന്നക്കായൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വേറൊരു മെത്തേഡിലും ചെയ്തെടുക്കാം. ബ്രെഡ് നമ്മൾ സ്ലൈസ് ചെയ്തതിൻ്റെ ശേഷം ഇത് അതിൽ കവർ ചെയ്തിട്ട് മുക്കി പൊരിക്കണമെങ്കിൽ ബ്രെഡ് കംസിൽ മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ വെറും ഉന്നക്കായൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് മൊത്തത്തിൽ എനിക്ക് 9 റോളാണ് കിട്ടിയത്.
ഒക്കെ ഒരേ വലിപ്പെടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുണ്ടാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അത്രക്കും നല്ല ഈസിയാണ്, അത്രക്കും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാനേ തോന്നുള്ളൂ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് മൊത്തത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ അറിയാത്ത പലരും ആൾക്കാരും ഉണ്ടാവും. അവർക്കൊക്കെ അത് നല്ല ഉപകാരമായിരിക്കും. വെറുതെ കളയുന്നവർ കുറേ ഉണ്ട്. ഞാൻ പാൻ ചൂടായതിൻ്റെ ശേഷം 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. ഞാനിങ്ങനെ റോസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാണ്. അധികം വെളിച്ചെണ്ണൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതൊന്നും വേവാനൊന്നുമില്ലല്ലോ, ഫുള്ള് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലേ നമ്മളിത് റോൾ ചെയ്തത്. പഴം അമൃതപ്പൊടിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇതിഞ്ഞ് ബ്രെഡ് കംസിൽ മുക്കി അങ്ങനെ പൊരിക്കണമെങ്കിലും പൊരിക്കട്ടോ. പല രീതിയിലും ഇത് ചെയ്യാം ഇതന്നെ. ഇനിയും പലവിധം അമൃതപ്പൊടി കൊണ്ട് ചെയ്യാനുണ്ട്. ഞാനിത് വീഡിയോ ലെങ്ത് കൂടും കരുതിയിട്ടാണ് ചെയ്യാത്തത്. പിന്നീട് കുറേശ്ശെ ചെയ്യാമെന്ന് കരുതി. ഇത് തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. തന്നെ ഇപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് കറുപ്പ് വന്നു, പക്ഷേ കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത് സ്റ്റവ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ പഴത്തിൻ്റെ അതൊക്കെ ആയിട്ട് ബ്രെഡും പൊടി പൊടിച്ചിട്ട് കണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ബ്രെഡ് ഒന്നിച്ച് ഇങ്ങനെ ഇതിൽ ഇട്ട് കുഴച്ചിക്കുകയാണ്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോ കാണാം. ബൈ.